ചാപ്റ്ററിനകത്ത് കണ്ടായിരുന്നല്ലോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന നിയമത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? പ്രാരംഭ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ തലവനാണ് ജില്ലാ കളക്ടർ. ട്രൈബ്യൂണലിന്റെ പരമാവധി പ്രതിമാസ മെയിൻ്റനൻസ് ഉത്തരവ് പരിധിയില്ലാത്തതാണ്. കോടതിയിൽ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും പ്രതിനിധീകരിക്കാൻ മാത്രമേ മെയിൻ്റനൻസ് ഓഫീസർമാരെ നിയമിക്കൂ. മുതിർന്ന പൗരന്റെ സ്വത്തിൽ നിന്ന് കുട്ടികളെയോ ബന്ധുക്കളെയോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി. മുതിർന്ന പൗരന്റെ സ്വത്തിൽ നിന്ന് കുട്ടികളെയോ ബന്ധുക്കളെയോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും എന്നത് മാത്രമേ ഉള്ളൂ ശരിയായിട്ട് വരും. നമുക്കിനി ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇതിനകത്ത് എന്തോ ആണെന്നുള്ളത് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തായിരിക്കും മേ ബി ഈ കണ്ടന്റ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മെയിൻസിനകത്ത് വന്നിരിക്കുന്ന ചോദ്യപേപ്പർ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. തുടക്കത്തിൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ നയിക്കുന്നത് RDO അല്ലെങ്കിൽ സബ് കളക്ടർ ആണ്. ജില്ലാ കളക്ടർ അതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ തലവൻ ആണ്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണേ. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോക്കിക്കേ. അതായത് പ്രാരംഭത്തിൽ ഇനിഷ്യലി മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ തലവനാണ് ജില്ലാ കളക്ടർ. ശരിയാണോ? അപ്പൊ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? RDO ആണ്. ആരാണ്? മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ തലവൻ ആരാ? RDO അല്ലെങ്കിൽ സബ് കളക്ടർ ആണ്. ജില്ലാ കളക്ടർ ഏതിൻ്റെതാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ആണ്. എന്തിന്റെയാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ആണ്. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ ആദ്യം നമുക്ക് വരുന്ന എന്തുവാ? തലം. മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആണ് പ്രൈമറി തലം എന്ന് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്താണ്? RDO അല്ലെങ്കിൽ സബ് കളക്ടർ ആണ് അതിന്റെ അതോറിറ്റി. അതായത് പരാതികൾ സ്വീകരിക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുകയാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അതായത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് 2007 നിയമമൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് നോക്കുന്നില്ല എങ്കിൽ പരാതികൾ സ്വീകരിക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുക. എന്താണ്? ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുക. പരാതികൾ സ്വീകരിക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതാണ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതിന്റെ അധികാരിയാണ് ആര്? ജില്ലാ കളക്ടർ. അതായത് നമ്മൾ ഇന്നലെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അപ്പീലുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ തീർപ്പാക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം വിവരാവകാശമൊക്കെ വെച്ച് കഴിഞ്ഞാലും അതിന് മറുപടി ലഭിച്ചില്ല തൊട്ട് മേപ്പോട്ട് പോകുമെന്ന് പറയത്തില്ലേ അപ്പീലിന് പോകുന്ന സമയം എന്ന് പറഞ്ഞതുപോലെ ഈ അപ്പലേറ്റ് ട്രൈബ്യൂണല് വയോജന സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അടുത്ത അപ്പീലിന് പോകുന്നത് എവിടെയാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതിന്റെ അധികാരിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ തീർപ്പാക്കുന്നതാണ് ആരുടെ ജോലി? ഈ പറഞ്ഞിരിക്കുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ജോലി എന്ന് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇതിവിടെ മെയിൻലി പരാതികൾ, അതായത് ആ ഓൾഡ് ഏജ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലം ഏതാണ്? മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. ഇനി ഇവർക്ക് അവിടെ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി അത് അടുത്ത ലെവൽ ഏതാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. അതാണ് ഏത് ജില്ലാ കളക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അതായത് ഇവിടുത്തെ കാര്യങ്ങൾ ശരിയായിട്ടില്ല എങ്കിൽ അടുത്തത് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ കൊടുക്കുക. അത് തീർപ്പാക്കുന്ന ജോലിയാണ് ഇതിൻ്റെത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ട്രൈബ്യൂണലിന് പ്രതിമാസം എത്ര രൂപയാണ് പരിപാലന തുകയായിട്ട് വെക്കുന്നത്? 10,000 രൂപയാണ്. പരിധി ഇല്ലാത്തതല്ല. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരമാവധി പ്രതിമാസ മെയിൻ്റനൻസ് ഉത്തരവ് പരിധി ഇല്ലാത്തതാണ്. അത് ശരിയാണോ? അല്ല. കാരണം എന്താണ്? 10,000 രൂപയാണ്. ഇനി കോടതിയിൽ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും പ്രതിനിധീകരിക്കാൻ മാത്രമേ മെയിൻ്റനൻസ് ഓഫീസർ നിയമിക്കൂ. മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ നിയമസഹായവും മാർഗനിർദ്ദേശവും നൽകാനാണ് നിയമിക്കപ്പെടുന്നത്. ആരാണ്? മെയിൻ്റനൻസ് ഓഫീസർമാരെ നിയമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ നിയമസഹായവും മാർഗനിർദ്ദേശവും നൽകാനാണ് നിയമിക്കുന്നത്. അവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
പരാതികൾ കോടതിയിൽ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും പ്രതിനിധീകരിക്കാൻ മാത്രമേ മെയിൻ്റനൻസ് ഓഫീസർമാരെ നിയമിക്കൂ. ശരിയാണോ? അല്ല. നിയമസഹായവും വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? മെയിൻ്റനൻസ് ഓഫീസർമാർ ചെയ്തു കൊടുക്കും. ക്ലിയർ? ഇനി നമ്മൾ ആ ലോയിലേക്ക് പോവാണ്. ഇച്ചിരി ഡീപ്പ് ലെവലിലേക്ക് ഒന്ന് പഠിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ പറയുന്ന ഓരോരോ സെക്ഷൻസ് കൂടെ പഠിച്ചു പോകണം. ആർക്കൊക്കെ അപേക്ഷിക്കാം? അതായത് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ എന്നിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? ഇനി സ്വന്തമായി ജീവനോപാധി കണ്ടെത്താൻ കഴിയാത്ത മാതാപിതാക്കൾ, അവർക്ക് 60 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിലും മക്കളിൽ നിന്ന് പരിപാലനം ആവശ്യപ്പെടാവുന്നതാണ്. മനസ്സിലായി? സ്വന്തമായിട്ട് അവരവർക്ക് കഴിക്കാനുള്ള ഫുഡൊന്നും, ഫിസിക്കൽ നീഡ്സ് ഒന്നും പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? 60 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിലും മക്കളിൽ നിന്ന് പരിപാലനം ആവശ്യപ്പെട്ടുകൊണ്ട് പോയിട്ട് ഇവിടെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. നോർമലി ഈ വയോജന നിയമം അനുസരിച്ച് വയോജനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? 60+ ആണ്. പക്ഷെ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ എന്തും പറ്റും. 60 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിലും മക്കൾ നോക്കുന്നില്ല എങ്കിൽ എന്ത് പരാതി കൊടുക്കാവുന്നതാണ്. അതായത് സ്വന്തമായി ജീവനോപാധി കണ്ടെത്താൻ കഴിയാത്ത മാതാപിതാക്കൾ. ഇനി ആരാണ് പരിപാലിക്കുന്നത്? പെൺമക്കൾ നോക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ കാറ്റഗറിയിലാണ് ഇപ്പോഴത്തെ ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇനി മരുമക്കൾ നോക്കിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടോ? ഉണ്ട്. ദത്തെടുത്ത മക്കൾ നോക്കണമെന്നുണ്ടോ? ഉണ്ട്. കൊച്ചുമക്കൾ നോക്കണമെന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നിയമമൊക്കെ കൊള്ളാം. ആരാണ് ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പരിപാലിക്കാൻ ബാധ്യസ്ഥരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺമക്കളും പെൺമക്കളും മരുമക്കളായാലും ദത്തെടുത്ത മക്കളായാലും കൊച്ചുമക്കളായാലും. ഇപ്പൊ ചില ആൾക്കാരൊക്കെ കേസ് കൊണ്ട് കൊടുക്കത്തില്ലേ? എന്റെ മരുമോള് എന്റെ മോന്റെ ജീവനാംശം തരുന്നില്ല, അവരെന്നെ നോക്കുന്നില്ല, അന്നേരം കോടതി ഉത്തരവിടും ഇതിന് ഒരു 10% നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസസ്. അതായത് ചിലര് ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മരിച്ചൊക്കെ പോകത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിനകത്തൊക്കെ അങ്ങനെ വരുന്ന ടൈമില് മരുമക്കൾക്കെതിരെയും ചില ആൾക്കാരൊക്കെ കേസ് കൊടുക്കും. ഞങ്ങളെ അവർ നോക്കുന്നില്ല, പൈസ മൊത്തം അവരെടുത്തോണ്ട് പോവാണ് എന്നൊക്കെയുള്ള കേസിനകത്ത്. അപ്പൊ ദത്തെടുത്ത മക്കളായാലും കൊച്ചുമക്കളായാലും എല്ലാം ഇവർക്ക് എന്താണ് നോക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മക്കളില്ലാത്ത ചില ആൾക്കാർ കാണത്തില്ലേ? അവരുടെ സ്വത്തിന് ഭാവിയിൽ, അതായത് അവരുടെ ചിലപ്പോൾ അവരുടെ അപ്പച്ചിയുടെ അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ ഒക്കെ മക്കൾക്കൊക്കെ ആയിരിക്കും എഴുതി കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ സ്വത്തിന് ഭാവിയിൽ ആരാണോ, പൈസക്കായാലും സ്വത്തിനായാലും ഭാവിയിൽ ആരാണോ അവകാശികളാകുന്ന ബന്ധുക്കൾ അവർ നോക്കണം എന്ന് മസ്റ്റാണ്. ഏത് സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്? 2007 വയോജന സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരാണ് എങ്കിൽ അവരുടെ സ്വത്തിന് ഭാവിയിൽ അവകാശികളാകുന്ന ബന്ധുക്കൾ അവരെ പരിപാലിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായി? ഈ നിയമം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അത് വിചാരിക്കും മക്കള് മാത്രം അല്ലെങ്കിൽ സ്വത്ത് കൊടുത്തവർ മാത്രം മതി. അങ്ങനെയൊന്നും ഇല്ല. ആൺമക്കളായാലും പെൺമക്കളായാലും മരുമക്കളായാലും ദത്തെടുത്ത മക്കള് കൊച്ചുമക്കള് ഇവയെ ആർക്കായാലും ഇവരെ പരിപാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ അവരുടെ സ്വത്ത് ആരാണോ ഭാവിയിൽ അവകാശികളാവുന്നത് ആ ബന്ധുക്കൾ ആരായാലും അവരെ പരിപാലിച്ചേ പറ്റത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ അനാഥാലയത്തിലൊക്കെ കൊണ്ടിടും. അപ്പൊ അവർക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റും ഇവർക്ക്. ഇനി ഈ പറയുന്ന സെക്ഷൻ 23 ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 ടൈംസ് കേരള PSC ജനറൽ എക്സാംസിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു മുതിർന്ന പൗരൻ തന്റെ സ്വത്ത്, വീട് അല്ലെങ്കിൽ സ്ഥലം മക്കൾക്കോ ബന്ധുക്കൾക്കോ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിൽ ആധാരം എഴുതി നൽകുകയും പിന്നീട് അവർ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്വത്ത് കൈമാറ്റം വഞ്ചനാപരമാണെന്ന് പ്രഖ്യാപിച്ച് സ്വത്ത് തിരികെ പിടിച്ചെടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഇപ്പൊ ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്താണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോൾ മനസ്സിലായല്ലോ. പ്രൈമറി ലെവലിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ഥാപനം ഏതാണ്? വയോജനവുമായി ബന്ധപ്പെട്ടിട്ട് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആണെന്ന കാര്യം ഓർമ്മ വേണം. മനസ്സിലായോ? അതായത് ഒരു പരാതി ഉണ്ട്, ഒരു പരാതിക്കാരൻ കംപ്ലൈന്റ് കൊടുക്കുന്നത് എവിടെയാണ്? മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലാണ്. അപ്പൊ ചില ആൾക്കാര് മക്കളൊക്കെ ഓരോന്ന് പറഞ്ഞ് ഫേവർ ചെയ്തിട്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വത്തും വീടും ഒക്കെ എഴുതി വെക്കത്തില്ലേ? ചിലപ്പോൾ ധനനിശ്ചയാധാരം അല്ലാത്ത ദാനാധാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെഴുതി കൊടുക്കാനുള്ള വ്യവസ്ഥയും എവിടെ ഉണ്ട്? ഈ പറയുന്ന മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. വേറെ എങ്ങും കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഈ പറയുന്ന മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ പോയിട്ട് അപേക്ഷ കൊടുത്താൽ മതി. മനസ്സിലായോ? അക്കോർഡിംഗ് ടു ഏത് സെക്ഷൻ പ്രകാരമാണ്?
സെക്ഷൻ 23 പ്രകാരം ഒരു മുതിർന്ന പൗരൻ തന്റെ സ്വത്ത് ചിലപ്പം സ്വന്തമായി കൊടുത്തായിരിക്കാം, അല്ല ഭീഷണിപ്പെടുത്തി കൊടുത്തായിരിക്കാം, എന്ത് കൊടുത്താലും അവരെ നോക്കാതെയും സംരക്ഷിക്കാതെയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്ത് കൈമാറ്റം വഞ്ചനാപരമാണെന്നും പ്രഖ്യാപിച്ച് സ്വത്ത് തിരികെ പിടിച്ചെടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? മെയിന്റനൻസ് ട്രൈബ്യൂണലിന് അധികാരം ഉണ്ട്. ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടും ജീവനാംശം നൽകാൻ വീഴ്ച വരുത്തിയാൽ ഉത്തരവാദികളായവർക്ക് തടവ് ശിക്ഷയോ അല്ലെങ്കിൽ സ്വത്ത് ലേലം ചെയ്ത് തുക ഈടാക്കലോ നേരിടേണ്ടി വരും. മനസ്സിലായോ? അതായത് ട്രൈബ്യൂണൽ പറയുകയാണ് നിങ്ങൾ ഇവർക്ക് ജീവനാംശം കൊടുത്തേ പറ്റത്തുള്ളൂ, ഒരു 10,000 രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് തടവ് ശിക്ഷ അല്ലെങ്കിൽ ഈ സ്വത്ത് എന്ത് ചെയ്യും? ലേലം ചെയ്ത് തുക ഈടാക്കലോ നേരിടേണ്ടി വരും. സ്വത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യും? ലേലം ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഉണ്ട്. മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ ഉപേക്ഷിച്ചു പോകുന്ന, അതായത് അവരെ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ഇത് ഓർത്തിച്ചേക്കണേ, 3 വർഷം വരെ തടവോ 5,000 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റം ആണ്. അപ്പൊ മാതാപിതാക്കളെ ആയാലും മുതിർന്ന പൗരന്മാരെ ആയാലും ഉപേക്ഷിച്ചു പോകുന്നത് എത്ര മാസം വരെ തടവ്? 3 മാസം വരെ തടവും 5,000 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റം ആണ്. മനസ്സിലായോ? ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടും ജീവനാംശം നൽകാൻ വീഴ്ച വരുത്തിയാൽ ഉത്തരവാദികളായവർക്ക് തടവ് ശിക്ഷയോ അല്ലെങ്കിൽ സ്വത്ത് ലേലം ചെയ്ത് തുക ഈടാക്കലോ നേരിടേണ്ടി മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ ഉപേക്ഷിച്ചു പോകുന്നത് 3 മാസം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. നിയമസഹായവും വക്കീലില്ലാത്ത നടപടികളും. ട്രൈബ്യൂണലിൽ നടപടികൾ ലളിതമാക്കാൻ അഭിഭാഷകരുടെ സാന്നിധ്യം ഒഴിവാക്കിയിട്ടുണ്ട്. ആവശ്യാനുസരണം സഹായത്തിനായി സംസ്ഥാന സർക്കാർ ആരെയാണ് നിശ്ചയിക്കുന്നത്? മെയിന്റനൻസ് ഓഫീസർമാരെയാണ്. അതായത് വക്കീലന്മാരെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മെയിന്റനൻസ് ഓഫീസർമാരാണ് ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലിനകത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആരാണ്? മെയിന്റനൻസ് ഓഫീസർമാരാണ്. മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഈ ട്രൈബ്യൂണല് പിന്നെ പരാതി സ്വീകരിക്കാത്ത മാത്രമേ ഉള്ളൂ, അല്ല, എന്ത് ചെയ്യുന്നുണ്ട്? നിയമസഹായവും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വക്കീലന്മാരുണ്ടോ? ഇല്ല. പകരം ആരാണുള്ളത്? ആര് നിയമിക്കുന്ന? സംസ്ഥാന സർക്കാരിന്റെ മെയിന്റനൻസ് ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി 2019 ഒരു അമെന്റ്മെന്റ് ഭേദഗതി ബില്ല് ജസ്റ്റ് ഒന്ന് പറയാം. ഈ നിയമം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് പാർലമെന്റിന്റെ പരിഗണനയിലുള്ള ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അതായത് 10,000 പരിധി ഒഴിവാക്കൽ. നിലവിലുള്ള പരമാവധി എത്രയാണ്? ഈ 2007 നിയമം അനുസരിച്ച് 10,000 പ്രതിമാസ ജീവനാംശ പരിധി ഉള്ളത്. 2000 2007 നിയമം അനുസരിച്ച് എത്ര മാക്സിമം? 10K. മനസ്സിലായോ? ഇനി 2019 പരിഗണനയിലുള്ള സംഭവമാണ്, പരിഗണനയിലുള്ളത് അമെന്റ്മെന്റ് ബില്ല് ഒരു ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ആ മാക്സിമം എന്നിട്ടുള്ള സംഭവം എടുത്തു കളഞ്ഞ് മാതാപിതാക്കള് ചില ആൾക്കാരെ കൊണ്ട് 10,000 പരിധി, ചിലപ്പോൾ അസുഖമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ 20,000 25,000 രൂപയൊക്കെ വേണ്ടതായിട്ട് വരും. ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും അവരുടെ ലെവൽ ഓഫ് സ്റ്റാറ്റസും അനുസരിച്ച് മക്കളുടെ വരുമാനവും കണക്കാക്കിയിട്ട് വേണം തുക തീരുമാനിക്കാൻ. അത് നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? ഇപ്പൊ നോർമലി 2007 തന്നെ 10,000 പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇല്ല 20 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ടൈമിൽ അതുകൂടെ ചേഞ്ച് ചെയ്യണം. നിലവിലുള്ള പരമാവധി 10,000 പ്രതിമാസ ജീവനാംശ പരിധി എടുത്തു കളഞ്ഞ് മാതാപിതാക്കളുടെ ജീവിത നിലവാരവും മക്കളുടെ വരുമാനവും കണക്കാക്കി തുക തീരുമാനിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അടുത്ത ഒരു പോയിന്റ് ആണ് 2019 ഹൈലൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും പുറമെ മരുമക്കൾ, വളർത്തുമക്കൾ എന്നിവരെയും പരിപാലന ചുമതലയുള്ളവരുടെ പരിധിയിൽ ഉൾപ്പെടും. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? ദത്തെടുക്കുന്നവരുടേതും മരുമക്കളുടെ കാര്യങ്ങളും അല്ല. അപ്പൊ മക്കൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആരൊക്കെ അർഹരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? മക്കളാവാം, അതാണാവാം, ആൺപെൺ വ്യത്യാസമില്ലാതെ മക്കൾ, കൊച്ചുമക്കൾക്കും മരുമക്കൾ, അത് സൺ ഇൻ ലോ ആയാലും ഡോട്ടർ ഇൻ ലോ ആയാലും വളർത്തുമക്കൾ എന്നിവരെയും പരിപാലന ചുമതലയുള്ളവരുടെ പരിമിതിയിൽ ഉൾപ്പെടുത്തും. ഇനി ഈ എൽഡർ ലൈൻ ഒക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുള്ളതല്ലയോ? അപ്പൊ ഇതെല്ലാം ഏതിന്റെ കൺസിഡറേഷനിലുള്ളതാണ്? 2019 ഹൈലൈറ്റ് സംഭവങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പക്ഷെ ഇപ്പോഴും 10K തന്നെയാണ് പറയുന്നത്. 2007 എന്ന് ചോദിച്ചാൽ ആൻസർ എന്തേ വരത്തുള്ളൂ? 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്ര വരത്തുള്ളൂ? 10K വരത്തുള്ളൂ.
ഇതിനകത്താണ് 2019 ജീവിത നിലവാരവും മക്കളുടെ വരുമാനവും കണക്കാക്കിയിട്ട് തുക തീരുമാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി പരീക്ഷയ്ക്കകത്ത് കുറെ അധികം കാര്യങ്ങൾ സെക്ഷൻ 24, 27, 25 എന്നൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ജനറൽ എക്സാമിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഫോർവേഡ് ചെയ്യണേ, നോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. സെക്ഷൻ 24 ഉപേക്ഷിച്ചു പോകൽ, അതായത് മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ ഉപേക്ഷിച്ച്, മുമ്പേ പറഞ്ഞില്ലയോ 3 മാസം തടവോ 5000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉണ്ടോ എന്നിട്ടുള്ള കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ അത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 24 പ്രകാരം ആണ്. അപ്പൊ ആദ്യം നമ്മളൊരു സെക്ഷൻ പഠിച്ചത് അത് ഏത് സെക്ഷന്റെ പേരാ? സെക്ഷൻ 23 പേരാ. എന്താണ്? മുതിർന്ന പൗരൻ തന്റെ സ്വത്ത് മക്കൾക്കോ ബന്ധുക്കൾക്കോ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിൽ ആധാരം എഴുതി നൽകുകയും പിന്നീട് അവ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ട്രൈബ്യൂണലിനുണ്ട് എന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 23 എന്ന് പറയുന്നത്. വേറെ എങ്ങും കേസിന് പോകേണ്ട കാര്യമില്ല. സെക്ഷൻ 23 ഒന്ന് നോക്കി പ്രകാരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് എന്തെടുക്കാം? ആ സ്വത്ത് തിരിച്ച് പിടിച്ചെടുക്കാവുന്നതാണ്. ഇനി അവരെ ഉപേക്ഷിച്ച് പോകുന്നവരുടെ ശിക്ഷ നമ്മളിപ്പോ പറഞ്ഞില്ലേ, 3 മാസം അല്ലെങ്കിൽ 5000 രൂപ വരെ അല്ലെങ്കിൽ രണ്ടും കൂടിയോ എന്നിട്ടുള്ളതാ. അപ്പൊ അത് ഏത് സെക്ഷൻ പ്രകാരമാണ് ഈ ഉപേക്ഷിച്ച് പോകലിന് ശിക്ഷ ഉണ്ടാവുന്നത്? സെക്ഷൻ 24 പ്രകാരം. സെക്ഷൻ 24. ഇനി സെക്ഷൻ 19 വൃദ്ധസദനങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അത് ഏത് സെക്ഷനാണ്? 19ാമത്തെ സെക്ഷനാണ്. സെക്ഷൻ വൃദ്ധസദനങ്ങളുടെ സ്ഥാപനം. പഠിച്ചു വെക്കണേ. ഞാൻ ഈ എല്ലാ സെക്ഷൻസും ഇടുന്നില്ല. സെക്ഷൻ ഞാൻ പറയുന്ന സെക്ഷൻസ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണേ. വൃദ്ധസദനങ്ങളുടെ സ്ഥാപനം വയോജന സംരക്ഷണ നിയമത്തിലെ എത്രാമത്തതാണ്? സെക്ഷൻ 19 ആണ്. നിർധനരായ വയോജനങ്ങൾക്കായി ഓരോ ജില്ലയിലും എത്ര പേർക്ക് താമസിക്കാവുന്നത്? 150 പേർക്ക് താമസിക്കാവുന്ന ഒന്നിലധികം വൃദ്ധസദനങ്ങൾ വീതം സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കണമെന്ന് അനുശാസിക്കുന്നു 2007 നിയമപ്രകാരം. അത് എത്ര പേർക്കാണ്? 150 പേർക്ക് താമസിക്കാവുന്ന. ഏത് സെക്ഷനാണ്? സെക്ഷൻ 19. ഇനി പരാതി സമർപ്പിക്കുന്നുണ്ടല്ലോ, പരാതി സമർപ്പിക്കുന്നത് അത് ഏത് സെക്ഷൻ പ്രകാരം? അതായത് നമ്മൾ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് പരാതി സമർപ്പിക്കുന്നത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 5ലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ അവർ ചുമതലപ്പെടുത്തുന്ന വ്യക്തി അല്ലെങ്കിൽ സംഘടന വഴിയോ, ഒന്നുകിൽ എന്ത് ചെയ്യാം, നേരിട്ടോ അല്ലെങ്കിൽ അവരാരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന വഴിയോ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? പരാതി നൽകാവുന്നതാണ്. പരാതി ലഭിച്ച, അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അതായത് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് 2007 നിയമം പരാതി ഏത് സെക്ഷൻ? പരാതിയുടെ സെക്ഷൻ പറഞ്ഞേ. സെക്ഷൻ 5. സ്വത്ത് തിരിച്ചെടുക്കാൻ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. ഏത് സെക്ഷനാണ് ഡാലിയ? സെക്ഷൻ 23. വൃദ്ധസദനങ്ങളുടെ സ്ഥാപനം ദീപ്തി 19. പരാതി സമർപ്പണം അനീഷ. പരാതി സമർപ്പണം 5. ഏതൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെ സെഷൻസ് ആണ് പഠിച്ചത്? പറഞ്ഞേ ബേബി. 23, 24, 19, 5 ആണോ? 23 എന്താ? ഒന്നുകൂടെ പറഞ്ഞേ. 23 ഒന്നുകൂടെ പറഞ്ഞേ. സ്വത്ത് നോക്കിയില്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ട്രൈബ്യൂണലിന്റെ അധികാരം. 24 എന്താണ്? 24 എന്താണ്? ഉപേക്ഷിച്ചു പോകുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. പിന്നെ അടുത്തത് 19 വൃദ്ധസദനം. 5 പരാതി സമർപ്പണം. ഈ പറയുന്ന 4 കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ? 5, 19, 23, 24. അപ്പൊ 24 എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഉപേക്ഷിച്ചു പോകുന്നത് അല്ലേ? ആണോ? 23 എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വത്ത് തിരിച്ചു വാങ്ങിക്കുന്നതാണോ? പരാതി സമർപ്പണം സെക്ഷൻ 5 ആണോ? ഇനി ഒരു സെക്ഷൻ 19.
വൃദ്ധസാധനം. ഇപ്പൊ എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? എത്ര നേരത്തെ കാണാം നോക്കാം. പരാതി ലഭിച്ച എത്ര ദിവസത്തിനകം ട്രൈബ്യൂണൽ കേസിൽ തീർപ്പ് നൽകണം? പറഞ്ഞേ. 90 ദിവസത്തിനകം. എത്രയാ? 90 ദിവസത്തിനകം തീർപ്പ് നൽകണം. പ്രത്യേക സാഹചര്യങ്ങളിൽ എത്ര ദിവസം കൂടെ നീട്ടിക്കിട്ടും? 30 ദിവസം കൂടെ. മേ ബി അതിലെ ഓപ്ഷനകത്ത് 120 ചില കേസുകളിൽ കാണാം. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നോർമലി 90, അല്ല എങ്കിൽ ചില സാഹചര്യങ്ങളിൽ 30 ദിവസം കൂടെ നീട്ടി നൽകാം. ഇനി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പലേറ്റ് ട്രൈബ്യൂണൽ, അതായത് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനകത്ത് പറ്റിയിട്ടില്ല, അത് വിധി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ അടുത്ത അപ്പീൽ പോകുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ്. ആരാണ് അധികാരി? ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. അപ്പൊ സെക്ഷൻ 19 ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ. സെക്ഷൻ 19 വൃദ്ധസദനം. സെക്ഷൻ 16 അപ്പീൽ നൽകാനുള്ള അവകാശം. അതായത് നമുക്ക് പരാതി നൽകാനുള്ള അവകാശം ഏതാ സെക്ഷനിലാണ് പറഞ്ഞത്? പരാതി. മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനുള്ള പരാതി കൊടുക്കുന്നു 5. ഇനി അടുത്ത സെക്ഷനാണ് അപ്പീൽ. അതായത് ഇതിനകത്ത് പരാതിയുടെ കാര്യങ്ങളെല്ലാം ലഭിച്ചു, ഇനി അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല, സോ അപ്പീൽ കൊടുത്തു. സെക്ഷൻ 16. അപ്പൊ അപ്പീൽ നൽകാനുള്ള അവകാശം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ ഉത്തരവില്. അപ്പൊ ഈ പറയുന്ന കാര്യം ഇവിടം വരെ മനസ്സിലായോ? അതായത് ഒരു വ്യക്തി സെക്ഷൻ 5 പ്രകാരം പരാതി സമർപ്പിച്ചു, ഇനി പരാതി ആർക്ക് ലഭിച്ചു? മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് ലഭിച്ചു. അവര് അതിനകത്ത് എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം? 3 monthsനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. ഇനി അതിനുശേഷം അവരൊരു റിപ്പോർട്ട് കൊടുക്കുമല്ലോ, ആ കേസിന് ഒരു വിധി പറഞ്ഞു കൊടുക്കും. അത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഈ 5 എന്നുള്ള സംഭവം എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? 16ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ആദ്യം പരാതി കൊണ്ട് കൊടുക്കുന്നു 5. പരാതി ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പരിഹാരം ഇഷ്ടപ്പെട്ടില്ല, ആൻസർ എന്തായിട്ട് വരണം? 16. അതെന്തുവാണ്? അപ്പീൽ കൊടുക്കാനുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. അത് എത്ര ദിവസത്തിനുള്ളിൽ, അതായത് ഈ പറയുന്ന ഉത്തരവ് ലഭിച്ച എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 60 days. മനസ്സിലായോ? 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. സെക്ഷൻ 4 മെയിൻ്റനൻസ് അവകാശം. സ്വന്തം വരുമാനത്തിൽ നിന്നോ സ്വത്തിൽ നിന്നോ ജീവിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക്, മുതിർന്ന പൗരന്മാർക്കും മക്കളിൽ നിന്നോ സ്വത്തിന്റെ ഭാവി അവകാശികളിൽ നിന്നോ ജീവനാംശം ഈടാക്കാം എന്ന് പറയുന്ന, നമ്മളിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ പറയത്തില്ലേ, നമുക്ക് ഇന്നതിനുള്ള അവകാശമുണ്ട്, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അവകാശങ്ങൾ. അതുപോലെ ഇവർക്ക് ഈ ഞങ്ങൾക്ക് ഇത് പൈസ കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് 2007 നിയമത്തിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ എന്ത് പറയാം? 4. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, കണക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോണേ. അതായത് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ സെക്ഷൻ 4 ഉണ്ട്. ആ 4നെ ലംഘിക്കുവാണെങ്കിലാണ് എന്തിലേക്ക് പോകുന്നത്? 5ലേക്ക് അവർ പരാതി കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് അവർക്ക് ജീവനാംശം കിട്ടുവാണ് എങ്കിൽ അവർ പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സെക്ഷൻ 4 എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലാണ് അടുത്ത സെക്ഷനിൽ പോകുന്നത്. 5ാമത്തെ സെക്ഷനും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർ നേരെ ഏത് സ്റ്റെപ്പിലോട്ട് പോകുന്നത്? 16ലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ 4 സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ 5ലോട്ട് പോകും, 5ഉം സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്തിലോട്ട് പോകും? 16ലോട്ട് പോകും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 4ൽ നിന്ന് നേരെ എടുത്ത് 16ലോട്ട് പോകാൻ പറ്റത്തില്ല. 4, 5, 16. ഇനി മെയിൻ്റനൻസ് അവകാശം. സ്വന്തം വരുമാനത്തിൽ നിന്നോ സ്വത്തിൽ നിന്നോ ജീവിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും മക്കളിൽ നിന്നോ സ്വത്തിന്റെ ഭാവി അവകാശികളിൽ നിന്നോ ജീവനാംശം ഈടാക്കാം. ഇത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്ലി പഠിച്ചു വെച്ചിരിക്കണം. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓൾറെഡി അടുത്തൊരു ക്ലാസ്സിനകത്ത് നേരത്തെ കേരള PSC ജനറൽ എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടെ കവർ ചെയ്യുമ്പം കുറച്ചുകൂടെ കവർ ആകും. വേറൊരു ക്ലാസ് ഒരു 3 ക്ലാസ് ഓൺലൈനിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഒരു ഏകദേശം കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് റിവൈസ് ചെയ്തോണം. ഞാൻ ഒന്നുകൂടെ ആർട്ടിക്കിൾ സെക്ഷൻസ് പറയാം. സെക്ഷൻ 4 അറിയാം, 5 അറിയാം, 16 അറിയാം, 19 അറിയാം, 23 അറിയാം, 24 അറിയാം. ഇനി ഞാൻ ഏതെങ്കിലും പെൻഡിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ പറയുന്നതിനകത്ത്? എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് 4, 5, 16, 19, 23, 24. 23 എന്തുവാ? സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കുന്നു അല്ലെ? 24 എന്തുവാ? ഉപേക്ഷിച്ചു പോകുന്നതാ. 19 വൃദ്ധസദനം. ഓക്കെ. അപ്പൊ സ്വത്ത്
തിരിച്ചെടുക്കുക 23. ഇപ്പൊ സ്വത്ത് തിരിച്ചെഴുതി കൊടുത്തു കഴിഞ്ഞിട്ടേ ഉപേക്ഷിച്ചു പോകുന്നു 23 അല്ലെ 24. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 23 സ്വത്ത് തിരിച്ചെടുക്കാം, 24 എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുന്നവർക്കുള്ള ശിക്ഷ. ബാക്കി കുറെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ ബേസിക്കലി നിങ്ങൾ ഇത്രയും പഠിക്കാം. പിന്നെ അത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൂടെ അഡീഷണലി പറഞ്ഞു തരാം, ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇവിടെ വൃദ്ധസദനങ്ങൾ സെക്ഷൻ എത്രയാണ്? ആർട്ടിക്കിൾ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എത്രയാണ് വൃദ്ധസദനങ്ങൾ സെക്ഷൻ? 1. വൃദ്ധസദനങ്ങൾ സെക്ഷൻ എത്ര പറയും? 19. ഇനി അതിന്റെ നമ്മൾ പാർട്ട് എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ അധ്യായം, അതുകൂടെ ഒന്ന് ഓർത്തിട്ടേ. അധ്യായം 3 സെക്ഷൻ 19 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 19. ഓരോ ജില്ലയിലും തുടക്കത്തിൽ കുറഞ്ഞത് ഒന്ന് വെച്ച് സംസ്ഥാന സർക്കാരിന്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൈദ്യ പരിചരണം, വിനോദ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങളൊക്കെ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ വൈദ്യസഹായമാണ് ഏതിനകത്ത് പറയുന്നത്? സെക്ഷൻ 20 പറയുന്നത് വൈദ്യസഹായം. സെക്ഷൻ 20. ഇനി ഇവരുടെ പിന്നെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം സെക്ഷൻ 21 പറയുന്നുണ്ട്. സെക്ഷൻ 21. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം പറഞ്ഞായിരുന്നു. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം സെക്ഷൻ. അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞപ്പോ ഏതാ പറഞ്ഞേ? അത് പറഞ്ഞേ 16 അല്ലേ? അതെന്തായിരുന്നു? അപ്പലേറ്റ് ട്രൈബ്യൂണൽ പോകുന്ന കാര്യം. ഇനി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഫോർമേഷൻ 15 15. ഫോർമേഷൻ ഓഫ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ 15 പറയുന്നുണ്ട്. അതായത് ഒരു സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരായി അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ രൂപീകരിക്കാം. അപ്പൊ ഓരോ ജില്ലയിലും ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ഓർത്തോണം? ഉണ്ട് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഓരോ ജില്ലയിലും, ഇപ്പൊ നമ്മൾ 14 ജില്ലയാണെങ്കിൽ 14 ജില്ലയിലും ഓരോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടായിരിക്കണം. ഇനി ആരായിരിക്കണം ഇതിന്റെ ഹെഡ് എന്ന് നമ്മൾ പറഞ്ഞത്? ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞില്ലേ? ഇനി അപ്പീലുമായി ബന്ധപ്പെട്ട സെക്ഷൻ, അതായത് നമ്മൾ അപ്പീലുമായിട്ട് പോകുന്നത് ഏത് സെക്ഷനാണ്? അപ്പീൽ 16. അപ്പൊ എത്ര ദിവസത്തിനുള്ളിലാണ് പോകേണ്ടത്? 60 ദിവസത്തിനുള്ളിൽ പോകണം. ഒരു അപ്പീൽ ലഭിച്ചാൽ ട്രൈബ്യൂണൽ എതിർ കക്ഷിക്ക് നോട്ടീസ് നൽകണം. ഏത് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ ആണോ അപ്പീൽ ബോധിപ്പിച്ചിട്ടുള്ളത് അതിന്റെ നടപടി ക്രമങ്ങളുടെ രേഖകൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിന് ആവശ്യപ്പെടാവുന്നത് ആണ്. വേണമെങ്കിൽ ഇവർക്ക് നിരസിക്കുകയോ അപ്പീൽ അനുവദിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അവരെത്ര നാളുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കണം എന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതിന്റെ ഉത്തരവ് രേഖാമൂലം പ്രഖ്യാപിക്കേണ്ടതാണ്. ഒന്നുകൂടെ പറയട്ടെ, ആ കണ്ടന്റ് മനസ്സിലാവാത്തവരുണ്ടോ? അതായത് ഈ പറയുന്ന മെയിന്റനൻസ് ട്രൈബ്യൂണലിനകത്ത് ഇവര് പരാതി നൽകുന്നത്, പരാതി നൽകി കഴിഞ്ഞാൽ വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിച്ചിരിക്കണം? വിത്തിൻ 90 ഡേയ്സ്. 90 ഡേയ്സ് അല്ലെ? വേണമെങ്കിൽ ഒരു 30 ഡേയ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അതിനുശേഷം ഈ മെയിന്റനൻസിലെ അതൊന്നും ശരിയായില്ല, ഇവർ അടുത്ത അപ്പീൽ പോവുകയാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനകത്ത്. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ഇവർ പരാതി കൊടുക്കണം? 60 ഡേയ്സിനുള്ളിൽ പരാതി കൊടുക്കണം. ഈ പരാതി കൊടുത്ത് ഇവർ പരാതി സ്വീകരിച്ച് എത്ര മാസത്തിനുള്ളിൽ നിരസിക്കുകയോ ഇതിനുള്ള റിപ്ലൈ കൊടുക്കണം? 1 മാസത്തിനുള്ളിൽ. കണ്ടന്റ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. മെയിന്റനൻസ് ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ചെന്ന് കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി തീർപ്പ് കൽപ്പിക്കണം. പിന്നെ ഒരു 30 ഡേയ്സ് കൂടി ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ചില കേസുകളിൽ കൊടുക്കാവുന്നതാണ്. ഇനി മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ പരാതി പരിഹരിച്ച് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വിത്തിൻ 60 ഡേയ്സ് ഏതിനകത്ത് അപ്പീൽ പോകാവുന്നതാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പീലിന് പോകാവുന്നതാണ്. അപ്പൊ ആ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പീലിന് പോകുന്ന ടൈമില് പിന്നെ എത്ര ദിവസം വരെ ഉള്ളൂ നമുക്ക് ഈ ഓർഡർ ലഭിച്ചിട്ട് പറ്റുന്നത്? 60 ഡേയ്സിനുള്ളിൽ പരാതി രേഖപ്പെടുത്തണം. ഈ പരാതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ എത്ര നാളുകൾക്കുള്ളിൽ ഇതിന് തീർമാനം ഉണ്ടാക്കണം? 1 മന്ത്. കണ്ടന്റ് മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേജിൽ 90 ഡേയ്സ്,
ദെൻ അതിനുശേഷം അപ്പീൽ കൊടുക്കുന്നത് 60 ഡേയ്സിനുള്ളിൽ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ വിധി പറയേണ്ടത് 1 മന്തിനുള്ളിൽ. അപ്പം മെയിന്റനൻസ് ട്രൈബ്യൂണൽ എത്ര ദിവസം കിട്ടുന്നു? 90 ഡേയ്സ്. അപ്പലേറ്റ് ട്രൈബ്യൂണലിനോ 1 മന്ത്. അപ്പലേറ്റ് ട്രൈബ്യൂണൽ വിധി പറയാൻ എത്ര കിട്ടുന്നു? 1 മന്ത്. മറ്റേതെന്താ? ഈ 60 എന്തുവാ? 60 എന്താ പറഞ്ഞേ? 60 എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് പരാതി കൊടുക്കാനുള്ള സമയമാണ്. മനസ്സിലായോ? ഞാൻ ഇപ്പൊ 90 ഡേയ്സും 1 മന്തും എന്ന് പറയുന്നത് എന്താണ്? മെയിന്റനൻസ് ട്രൈബ്യൂണൽ വിധി പറയാൻ 90 ഡേയ്സ് എടുക്കാം. 1 മന്തിനുള്ളിൽ ആര് പറയണം? അപ്പലേറ്റ് ട്രൈബ്യൂണൽ. മനസ്സിലായോ? ഇന്നിപ്പോ തൽക്കാലം നമുക്ക് ഇത്ര മതി അല്ലേ? കൂടുതൽ പഠിച്ചാൽ നിങ്ങൾ ഇതെല്ലാം മറന്നു പോകും. ഓക്കെ, താങ്ക് യു.